ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഗൈസ്. അമ്മതെ ചെടികളെല്ലാം കട്ടിതെടുക്കുന്നുണ്ട്. ഈ വെയിറ്റിട്ട് നിന്ന് കട്ട് ചെയ്യുന്ന കണ്ടെത്തുന്നു അമ്മയാണ് ഇതൊക്കെ നടാൻ പോണെന്ന്. അല്ലട്ടാ, ഇതെല്ലാം കാവ്യാണ് നടാൻ പോണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ എൻ്റെ വീനിക്കൊച്ചിൻ്റെ അടുത്തേക്ക് പോവാണ്. അവനാണെങ്കിൽ എന്നെ നോക്കിയിരിപ്പുണ്ട് രാവിലെ തന്നെ. ഇവനല്ലെങ്കിൽ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്ന ഈ സമയം ഇവിടെ എല്ലാവരും കണ്ടത് കാരണേ ഉറങ്ങുന്നില്ല. എന്നെ കണ്ട പാടെ 2 റൗണ്ട് ഒരു സന്തോഷ പ്രകടനം കാണിച്ചു അവൻ. അത് കഴിഞ്ഞ് നേരെ തറവാട്ടിക്ക് വിട്ടു. ഞങ്ങളുടെ തറവാട് തൊട്ട് അപ്പുറത്ത് ഇപ്പുറത്തായിട്ടാട്ടാ. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും പതിവ് പോലെ തന്നെ, അതായത് പതിവ് തെറ്റിക്കാതെ എൻ്റെ അമ്മാമതേ പുറത്ത് വന്നിരിപ്പുണ്ട്. ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഗൈസ്. ഇനി ഉച്ചയാകുമ്പോഴേ എഴുന്നേറ്റ് പോകത്തുള്ളൂ. എന്താണെന്നറിയാമോ? സീരിയൽ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിംബ കൊച്ചിനെ ഞാനൊന്ന് പുന്നാരിപ്പിച്ചു. അവളുടെ സ്നേഹം കണ്ടോ ഗൈസ്? എൻ്റെ മുത്താണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ രോമൊക്കെ ഒന്ന് കാവ്യ കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യണം, എന്നാലേ വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് ചെന്നു. അമ്മ എനിക്ക് നല്ല അപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അച്ഛനാണെങ്കിൽ അപ്പുറത്ത് ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് ഗാനമേള കഴിഞ്ഞു. അതെ, അതെൻ്റെ അച്ഛൻ പാടിയ പാട്ടായിരുന്നു ഗൈസ്. ഇനി നമുക്ക് കഴിക്കാനിരിക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവരൊക്കെ നേരത്തെ എഴുന്നേറ്റെല്ലാം കഴിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ എണീറ്റ് 10 മണിയായിരുന്നു. ഞാൻ അപ്പവും മുട്ടക്കറിയും കഴിച്ച് ഈ ചായയും കുടിച്ചിട്ട് നേരെ നോക്കിയപ്പോഴത്തേക്കും നമ്മ ഇവിടുന്ന് എന്തൊക്കെയോ കണക്കെടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ എന്താ, ഈ മാസത്തെ വരവ് ചിലവാണ്. ഇതിവിടുത്തെ സ്ഥിരം ഏർപ്പാടാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇവിടെ മൊത്തം വൃത്തിയാക്കുന്നുണ്ട്. അമ്മ കണക്കെഴുതുമ്പോൾ അച്ഛൻ വൃത്തിയാക്കുന്നുണ്ട്. ഇവർ രണ്ടും ഈക്വലായിട്ട് എല്ലാ വർക്കും ഡിവൈഡ് ചെയ്ത് ചെയ്തോളും വീട്ടിൽ. നല്ല ചിക്കൻ കറിയുടെ മണം വന്നപ്പോഴത്തേക്കും ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, അമ്മതേ ഇവിടെ ചിക്കൻ കറി ഇളകിക്കൊണ്ടിരിപ്പുണ്ട്. നിങ്ങളാ തിളയ്ക്കുന്ന തിള കണ്ടോ ഗൈസ്? നല്ല രസമില്ലേ? ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇവിടെ മൊത്തം അടുക്കള വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഏത്? അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ കറിയും കൂട്ടി ചോറ് കഴിച്ചു. അപ്പോൾ ശരി ഗൈസ്, ബൈ.